ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളുടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് നമ്മൾ 2-3 ദിവസത്തെ വീഡിയോസാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഫ്രൈഡേ ആണ്. കഴിഞ്ഞ ദിവസം എന്നോട് കുറച്ച് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇവിടെ എങ്ങനെയാണ്, മഴയുണ്ടോ, സേഫ് ആണോ എന്നൊക്കെ. അപ്പോൾ ഞങ്ങളിവിടെ സേഫ് ആണ് കേട്ടോ. നമുക്കിവിടെ വെള്ളമൊന്നും കയറിയിട്ടൊന്നും ഇല്ല, വേറെ കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ സേഫ് തന്നെയാണ്. അപ്പോൾ ഇത് ഫ്രൈഡേ ആണ്. മഴയ്ക്കൊക്കെ മുന്നേ എടുത്തിട്ടുള്ള വീഡിയോ ആണ്, കഴിഞ്ഞ ആഴ്ച എടുത്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഫ്രൈഡേ ഉച്ചയ്ക്ക് ആമി സ്കൂളിലൊക്കെ പോയതിന് ശേഷം ഇതുപോലെ പെട്ടെന്നാണ് ഹസ്ബൻഡ് പറഞ്ഞത് നമുക്ക് ബാംബു ആന്ധ്ര ചിക്കൻ മേടിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇത് ഓർഡർ ചെയ്തതാണ് കേട്ടോ. അപ്പൊ ഇത് നല്ല എരിവുള്ളൊരു സംഭവമാണ്. അപ്പൊ എനിക്ക് ഈ ബാംബുവിന്റെ സംഭവം വേണമായിരുന്നു. അപ്പൊ ഹസ്ബൻഡ് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ മേടിക്കാന്ന് പറഞ്ഞതാണ്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, എന്റെ ക്രിസ്മസ് ട്രീ വെക്കാനായിട്ട് ഒരു സംഭവം ഞാൻ തപ്പി നടക്കുമായിരുന്നു എന്ന്. അപ്പൊ അത് ഈ ചിക്കൻ ഇട്ട് വെച്ചിട്ടുള്ള ഈ ബാംബു ഉണ്ടല്ലോ, അത് ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിനകത്ത് ഞാൻ ചെറിയ ക്രിസ്മസ് ട്രീ ഇട്ട് വെച്ചിട്ടുണ്ട്. ഞാനത് വീഡിയോയിൽ കാണിച്ചു തരാം. പിന്നെ ഈ ചിക്കൻ റെസിപ്പി ആണെന്നുണ്ടെങ്കിൽ നല്ല എരിവാണ്. ഫുള്ള് പച്ചമുളകും കറിവേപ്പിലയും കൂടി അരച്ച് ചേർത്തേക്കുന്നതാണ്. ആന്ധ്ര റെസിപ്പീസൊക്കെ അത്യാവശ്യം നല്ല എരിവാണല്ലോ. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കഴിക്കണമെന്ന് തോന്നിയിട്ട് അങ്ങനെ ഹസ്ബൻഡ് ഓർഡർ ചെയ്തതാണ്. കഴിഞ്ഞ ദിവസം ഐശ്വര്യാണ് എന്നോട് ചോദിച്ചിരുന്നത് ബൺ മസ്ക റെസിപ്പി ഒന്ന് ചെയ്യാമോന്ന്. അപ്പോൾ ഞാൻ ഈ സംഭവം വൈറലായ കാര്യമൊന്നും ഞാൻ അറിയുന്നില്ല കേട്ടോ. ഞാൻ ഈ റീസെൻ്റ് ആയിട്ടാണ് അറിയുന്നത്. ശരിക്കും ഞങ്ങളിത് ഇവിടെ ബിലാൽ ഹോട്ടലിൽ പോയിട്ട് കഴിക്കുന്ന സാധനമാണ്. ഞാൻ ഒരുപാട് തവണ നമ്മുടെ പല വ്ളോഗിലും പറഞ്ഞിട്ടുള്ളതാണല്ലോ. നമ്മൾ ചായ കുടിക്കുന്ന സമയത്ത് ഇത് മേടിച്ച് കഴിക്കാറുണ്ട്. അതുപോലെ തന്നെ മാളിൽ പോകുമ്പോഴാണെങ്കിലും തിയേറ്ററിൽ പോലും ഇത് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നാട്ടിൽ ഇപ്പോഴാണ് ഇത് വൈറലായതല്ലേ. അപ്പം ഇത് ഈസിയാണ് ചെയ്യാനായിട്ട്. നമ്മൾ അതിന് വേണ്ടിയിട്ട് ആദ്യം എടുക്കേണ്ടത് ഇതുപോലെ ബണ്ണ് ഇങ്ങനെ മേടിക്കാനായിട്ട് കിട്ടുമല്ലോ. സ്വീറ്റ് ബണ്ണുണ്ട്, മിൽക്ക് ബണ്ണുണ്ട്, ബട്ടർ ബണ്ണുണ്ട്, ഏത് ബണ്ണ് വേണമെങ്കിലും എടുക്കാം. അപ്പം ഞാൻ ഇവിടെ മിൽക്ക് ബണ്ണാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആണ്, നല്ല ടേസ്റ്റ് ആണ്. പിന്നെ കുറച്ച് മധുരമൊക്കെ ഇഷ്ടമുള്ള ആളുകൾക്കാണെങ്കിൽ ഇത് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ഞങ്ങളങ്ങനെ സ്വീറ്റ് ലവേഴ്സ് അല്ല, ആമിക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടമല്ല മധുരം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിതൊന്നും അങ്ങനെ അധികം ട്രൈ ചെയ്യത്തില്ല കേട്ടോ. അപ്പോൾ ഐശ്വര്യ പറഞ്ഞത് കൊണ്ട് ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് കരുതി. അങ്ങനെ ബണ്ണെല്ലാം ഇതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെക്കണം ആദ്യം തന്നെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതേ ബട്ടർ എടുത്തിട്ടുണ്ട്. ബട്ടർ നമ്മളെപ്പോഴും റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ വേണം എടുക്കാനായിട്ട്. അപ്പം ഞാൻ രാവിലെ തന്നെ ഇത് ഹസ്ബൻഡിനെ കൊണ്ട് ഓർഡർ ചെയ്യിപ്പിച്ചിട്ട് എടുത്ത് പുറത്ത് വെച്ചിരുന്നു. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള കട്ടിയുള്ള ബട്ടർ ആയിരിക്കരുത്. അപ്പോൾ നല്ല റൂം ടെമ്പറേച്ചർ ആയി തണുപ്പൊക്കെ പോയതിന് ശേഷം ഇതുപോലെ നല്ല ലൂസായിട്ട് വരുമല്ലോ, അൺസാൾട്ടഡ് ബട്ടറാണ് എടുക്കേണ്ടത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനകത്ത് കണ്ടൻസ്ഡ് മിൽക്കാണ് ഒഴിക്കുന്നത്. എപ്പോഴും ഈ മിസ്റ്റേക്ക് പറ്റുന്നത് കണ്ടൻസ്ഡ് മിൽക്ക് അളവ് കൂടുമ്പോഴാണ് ഭയങ്കര മധുരമായിട്ട് തോന്നുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് സ്വീറ്റ് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ആദ്യം 1 സ്പൂൺ ഒഴിച്ച് നോക്കിയിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ തീരെ ഒട്ടും മധുരം ഇല്ലാത്ത പോലെ തോന്നി. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും 2 സ്പൂൺ ഒഴിക്കുകയാണ് ചെയ്തത്. നമ്മൾ ഈ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കുന്നതിൻ്റെ അളവിലാണ് ഇതിൻ്റെ ടേസ്റ്റ് മൊത്തം ഇരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മധുരം ഒരുപാട് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരുപാട് ഇത് ചേർക്കാം. പക്ഷെ അത് ഒത്തിരി ഇങ്ങനെ ചേർക്കുമ്പോഴത്തേക്ക് നമ്മൾ ചായയിൽ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ അതൊരു കുത്തൽ പോലെ തോന്നും. പിന്നെ നമുക്ക് ഒത്തിരി കഴിക്കാൻ പറ്റത്തുമില്ല, വയറൊക്കെ ഫുള്ളായ പോലെ തോന്നും. അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കാണ് ഞാൻ ചേർത്തത്. പിന്നെ ഒരു 1/4 ടീസ്പൂണിന് താഴെ മാത്രം വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് ബീറ്റ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് മാറ്റി വെക്കണം. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ബണ്ണുണ്ടല്ലോ, അത് ഇതുപോലെ ഒന്ന് ദോശത്തവയിൽ വെച്ചിട്ട് ബട്ടർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് എടുത്താൽ മതി. ഒരുപാട് അങ്ങനെ മൊരിയിച്ചൊന്നും എടുക്കണ്ട. ഒന്ന് ആ ബട്ടറിന്റെ ടേസ്റ്റ് ഇതിലൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കരിഞ്ഞു പോവാത്ത രീതിയിൽ കുറച്ച് ബട്ടറിൽ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക, പാൻ ഒന്ന് ചൂടാക്കിയതിന് ശേഷം. അപ്പോൾ ഇങ്ങനെ ഈ സ്റ്റെപ്പ് ഒഴിവാക്കാം, ഇങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ ഒരു ചൂടോടുകൂടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ചായയിൽ മുക്കി കഴിക്കുമ്പോഴത്തേക്കും. ഇതിപ്പോൾ ഇവിടെ നാട്ടിൽ ട്രെൻഡിങ് ആയിരിക്കുന്നത് ഇറാനി ചായയും ഈ ബൺ മസ്കായും ആണല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ഇറാനി ചായയൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ഒന്നാമത്തെ കാര്യം ഇവിടെ ഞങ്ങൾക്ക് അങ്ങനെ അധികം ചായയൊന്നും അധികം ഇഷ്ടമൊന്നുമില്ല. ജിഞ്ചർ ടീ ആണ് ഞാൻ ഇട്ടത്. എൻ്റെ സ്റ്റൈലിലുള്ള കുറച്ച് കടുപ്പമൊക്കെ കൂട്ടിയിട്ടുള്ളൊരു നല്ലൊരു ഇഞ്ചി ചായയാണ് ഇട്ടത് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ബട്ടറൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് ചൂടാക്കി എടുത്തിട്ടുള്ള ബണ്ണിലേക്ക് മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ബട്ടറിന്റെ കൂട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് അടച്ചു വെച്ചിട്ട് സൈഡൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് ഈ ക്രീം വെച്ചിട്ടൊന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സംഭവം നല്ല ഈസിയാണ്. ഈസി ആയിട്ട് കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ബണ്ണ് നമ്മളുടെ അടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് ചെയ്യാം കേട്ടോ. ഇതേപോലെ തന്നെ നമുക്ക് ബ്രെഡിലും വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. ഞാൻ ബ്രെഡിലും ചെയ്ത് നോക്കി, പക്ഷെ ബ്രെഡിൽ ചെയ്തപ്പോൾ അത്ര ടേസ്റ്റ് ഒന്നും ഇല്ല. ബണ്ണിൽ ചെയ്യുമ്പോൾ തന്നെയാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. കുഞ്ഞുങ്ങൾക്കൊക്കെ സ്കൂളിൽ ഇതുപോലെ സ്നാക്സിന് കൊടുത്ത് വിടാം. ആമിക്ക് ഇതൊന്നും ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് കേട്ടോ. അപ്പം ഞാനൊരു 3 ആദ്യം ഉണ്ടാക്കി നോക്കി. അപ്പോൾ ഒരെണ്ണം ഹസ്ബൻഡ് കഴിച്ചിട്ട് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. പിന്നെ വീണ്ടും ബാലൻസ് 3 ഞാനെടുത്ത് ഉണ്ടാക്കുകയാണ് ചെയ്തത് കേട്ടോ. അങ്ങനെ മൊത്തം 6 ചെയ്തു. മധുരമൊന്നും ഒരുപാടൊന്നും കൂടിയിട്ടില്ല, വളരെ കുറച്ചാണ് മധുരം ഇട്ടേക്കുന്നത്. അതുകൊണ്ട് തന്നെ ആമിക്കും കഴിക്കാനായിട്ട് ഇഷ്ടമായിരുന്നു.
അപ്പോൾ അതേ നല്ല കടുപ്പത്തിലുള്ള ചായയിൽ ഇതിങ്ങനെ മുക്കി വേണം കഴിക്കാനായിട്ട്. ഈ ബണ്ണ് ഇങ്ങനെ എടുത്തിട്ട് ഈ ചായയിലോട്ട് മിക്സ് ചെയ്ത് കഴിക്കുമ്പോഴാണ് അതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ. ബണ്ണിൽ തന്നെ ചെയ്യുമ്പോഴാണ് ആ പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ടെറസിൻ്റെ മേലേക്ക് വന്നു. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഗാർഡനിലുള്ള ചെടികളിലൊക്കെ കാട് പിടിച്ച് കിടക്കുവാണെന്ന്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് കരുതി. ഞാനിപ്പോൾ ഒരു സൈഡേ ക്ലീൻ ചെയ്യുന്നുള്ളൂ. കഴിഞ്ഞ ദിവസം എനിക്കൊരു കമൻറ്റ് വന്നിരുന്നതാണ്, എങ്ങനെയാണ് വീട്ടിലെ പണികളെല്ലാം ഒറ്റയ്ക്ക് ചെയ്യുന്നത്, വീട് എങ്ങനെയാണ് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യുന്നത് എന്ന്. അപ്പോൾ ക്ലീനിങ്ങിൻ്റെ കാര്യമാണെങ്കിലും എല്ലാ കാര്യങ്ങളും ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ എനിക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഹസ്ബൻഡിനോട് ചോദിക്കും. അപ്പോൾ പുള്ളിയുള്ള ദിവസങ്ങളിൽ ഞാൻ ഫാൻ ക്ലീൻ ചെയ്യാനും AC ക്ലീൻ ചെയ്യാനും ഇതുപോലെ ഗാർഡൻ ക്ലീൻ ചെയ്യാനൊക്കെ ഹസ്ബൻഡ് ഉള്ളപ്പോഴാണ് ചെയ്യുന്നത്. പിന്നെ ഒറ്റയ്ക്ക് എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഞാൻ നിങ്ങളോട് പറയാറുണ്ടല്ലോ, നമ്മൾ ഒരു റുട്ടീൻ എപ്പോഴും സെറ്റ് ചെയ്ത് വെച്ചേക്കണം. കുറേ നമ്മൾ പ്രിപ്സ് ഒക്കെ ചെയ്ത് വെച്ചിരുന്നാൽ നമുക്ക് വീട്ടു ജോലികൾ ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും. പിന്നെ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് എപ്പോഴും ഇങ്ങനെ കിച്ചണിൽ തന്നെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യാതെ ഇരിക്കാനുള്ള ഈസി ആയിട്ടുള്ള കറികളും പെട്ടെന്ന് നമുക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റുന്ന കുറേ ടിപ്സുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിവിടെ ഹെൽപ്പ് ചെയ്ത് തരാനോ ഒന്നും ആരുമില്ല. ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ ആളില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എല്ലാം ഒറ്റയ്ക്ക് ചെയ്തോളൂ അല്ലേ. അങ്ങനെയാണ് എൻ്റെ കാര്യങ്ങളൊക്കെ. പിന്നെ ഈ പറഞ്ഞ പോലെ വയ്യായികയുള്ള ദിവസങ്ങളിലാണെങ്കിൽ പ്രത്യേകിച്ച് ജോലികളൊന്നും അധികം ഒന്നും ചെയ്യത്തില്ല. ക്ലീനിങ് ഒക്കെ ഒരു ദിവസമൊക്കെ മാറ്റി വെക്കും. പിന്നെ എല്ലാ ദിവസവും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടൊന്നും ക്ലീനൊന്നും ചെയ്യത്തില്ല കേട്ടോ. ഒന്നും ക്ലീൻ ചെയ്ത് ഒരുപാട് ജോലിയൊന്നും ചെയ്ത് അങ്ങനെ ഞാൻ ചെയ്യത്തേ ഇല്ല. ഒന്നിടവിട്ടൊക്കെയാണ് ചിലപ്പോൾ ക്ലീൻ ചെയ്യുന്നത്. പിന്നെ ഡെയിലി രാവിലെ ഒന്ന് ഒതുക്കി ഇടാനും അങ്ങനെയൊക്കെ കാണുമല്ലോ, അതൊക്കെ ചെയ്യും. പിന്നെ കുക്കിംഗ് ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യും. ചില ദിവസങ്ങളിൽ ഞാൻ ഒന്നും ചെയ്യാതെ വെറുതെ റെസ്റ്റ് എടുക്കും. അപ്പോൾ എനിക്കത് ഇഷ്ടമാണ്. കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരുന്നിട്ട് ഇടയ്ക്കൊരു ബ്രേക്ക് എടുക്കുമ്പോൾ ഒരാശ്വാസമാണ്. അപ്പോൾ എല്ലാവരുടെയും അവസ്ഥ ഇങ്ങനെ ആയിരിക്കണമെന്നില്ലല്ലോ. അപ്പോൾ എനിക്ക് ഇവിടെ ഞങ്ങൾ ന്യൂക്ലിയർ ഫാമിലി ആയതുകൊണ്ട് എൻ്റെ ഇഷ്ടത്തിന് എല്ലാ കാര്യങ്ങളും ചെയ്യാം. പക്ഷേ എന്ന് കരുതി നിങ്ങൾക്ക് ചിലപ്പോൾ ജോയിൻറ്റ് ഫാമിലി ആയിരിക്കാം. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതികളായിരിക്കുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു റുട്ടീൻ സെറ്റ് ചെയ്തെടുക്കാൻ കഴിഞ്ഞാൽ തന്നെ വീട് പ്രത്യേകിച്ച് വലിയ ടെൻഷനൊന്നും ഇല്ലാതെ തന്നെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു കമൻറ്റ് വന്നിരുന്നതാണ്, റെസിപ്പീസും കൂടി ആഡ് ചെയ്യണമെന്ന്. ഈ മോട്ടിവേഷൻ പറയുന്നതിനിടയിൽ എൻ്റെ റെസിപ്പീസൊക്കെ മുങ്ങിപ്പോകുന്നുണ്ടെന്ന് 1-2 പേര് പരാതി പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇനിയുള്ള വീഡിയോസിൽ ഞാൻ റെസിപ്പീസൊക്കെ പറയാം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് ഞാൻ ഓൾറെഡി ഒത്തിരി വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള റെസിപ്പീസാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണിക്കണ്ടല്ലോ പറയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ആ സമയത്ത് എന്തെങ്കിലും മോട്ടിവേഷൻ സ്പീക്കൊക്കെ പറയുന്നത്. കഴിഞ്ഞ ദിവസം എന്നോട് ഒരു കുട്ടി ചോദിച്ചിരുന്നതാണ്, വീഡിയോ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത്, പിന്നെ എങ്ങനെയാണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ കൊടുക്കുന്നതെന്ന് ചോദിച്ചായിരുന്നു കേട്ടോ. അപ്പം ഞാൻ കമൻറ്റിൽ റിപ്ലൈ കൊടുത്തു. കാർത്തിക എന്ന് പറഞ്ഞിട്ട് ഒരാളാണ് കമൻറ്റ് ഇട്ടിരുന്നത്. അപ്പം ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് ഇൻഷോട്ട് ആപ്പിലാണെന്ന് മുന്നേയും പറഞ്ഞിട്ടുള്ളതാണല്ലോ. പിന്നെ വോയിസ് റെക്കോർഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിരുന്നു കേട്ടോ. ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്യാനായിട്ട് മൈക്കൊന്നും അല്ല യൂസ് ചെയ്യുന്നത്. ഇൻഷോട്ട് ആപ്പ് വഴി ഡയറക്റ്റ് ആയിട്ടുള്ള റെക്കോർഡിംഗ് തന്നെയാണ് ചെയ്യുന്നത്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കുന്നതിൻ്റെ കാര്യം ചോദിച്ചു. അത് നമുക്ക് ക്രോം ബ്രൗസറിൽ പോയിട്ട് YT സ്റ്റുഡിയോ ക്രോം ബ്രൗസറിൽ ഓപ്പൺ ചെയ്ത് അതിനകത്ത് മ്യൂസിക് ലൈബ്രറി എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിനകത്തുനിന്ന് നമുക്ക് യൂട്യൂബിൻ്റെ തന്നെ കോപ്പിറൈറ്റ് ഇല്ലാത്ത മ്യൂസിക്കുകൾ അതിൽ അവൈലബിൾ ആണ്. നമ്മളത് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് അതിൽ ഇഷ്ടംപോലെ മ്യൂസിക്കുകളുണ്ട് കേട്ടോ. നമ്മളത് ഏതാണോ നമുക്ക് ആവശ്യം അത് നമ്മൾ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്തിട്ടിട്ട് ഇൻഷോട്ട് ഏത് ആപ്പിലാണോ നമ്മൾ എഡിറ്റ് ചെയ്യുന്നത് ആ എഡിറ്റിംഗ് സമയത്ത് നമ്മൾ ഈ മ്യൂസിക് ആഡ് ചെയ്താൽ മതി. അപ്പോൾ അതൊന്ന് പറയണേന്ന് പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ അത് ഇതിനിടയിൽ തന്നെ ഗാർഡനിലെ ഒരു സൈഡ് മൊത്തം ക്ലീൻ ചെയ്ത് ഞാൻ കുറേ ചെടികളൊക്കെ അവിടെ നിന്ന് മാറ്റിയായിരുന്നു കേട്ടോ ഹസ്ബൻഡിനെ കൊടുത്തിട്ട്. പിന്നെ ഹസ്ബൻഡിന് ഇന്ന് ഡ്യൂട്ടിക്ക് പോകുന്ന ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളി പെട്ടെന്ന് എനിക്ക് അതെല്ലാം ഒന്ന് റെഡിയാക്കി തന്നിട്ട് പിന്നെ ബാലൻസ് ഉള്ളത് അവിടെ ഇട്ടേക്കുവാണ്, വേറൊരു ദിവസം ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. ഇടയിൽ തന്നെ മഴയും പെയ്തായിരുന്നു കേട്ടോ. അങ്ങനെ ഹസ്ബൻഡ് ഓഫീസിൽ പോയി. ഇപ്പോൾ ആമിക്കാണെങ്കിൽ 2-3 ദിവസമായിട്ട് സ്കൂളിൽ ലീവാണ് മഴയുടെ കാരണം കൊണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ ആമിക്ക് ഇന്നിപ്പോൾ പഠിപ്പിക്കാനൊന്നും ഇല്ലായിരുന്നു കേട്ടോ, ലീവാണെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ കളറിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓയിൽ പേസ്റ്റൽ കളർ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് കുറച്ച് ഡ്രോയിങ് ഒക്കെ ചെയ്തേക്കുവാണ്. അപ്പം ഞാനാണ് ഈ ഒരു ഡ്രോയിങ് ചെയ്തത് കേട്ടോ. ആമിക്ക് ഞാൻ ചെറുതായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ട്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡ്രോയിങ് ചെയ്യാനൊക്കെ. അപ്പോൾ സ്കൂളിൽ അവർക്ക് മന്ത്ലി 2 ക്ലാസ് ഡ്രോയിങ്ങിന് വേണ്ടി കിട്ടുന്നുണ്ട്. എന്നാലും അവൾക്ക് ഇങ്ങനെ ഡ്രോയിങ് ചെയ്യുന്നത് കുറച്ച് നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ യൂട്യൂബിൽ നോക്കിയിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഡ്രോയിങ്സൊക്കെ വരപ്പിക്കാനായിട്ട് പ്രാക്ടീസ് ചെയ്ത് കൊടുത്തു.
അപ്പോൾ അതാണ് റീസെൻ്റ് ആയിട്ട് അവൾ ചെയ്യുന്നത്. ബോറടിക്കാതിരിക്കാനാണ് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് കേട്ടോ. ഞാൻ എൻ്റെ ബാമ്പൂവിൽ നമ്മുടെ ആ ഒരു ചെറിയ ക്രിസ്മസ് ട്രീ വെച്ചു എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അത് എടുത്ത് നമ്മുടെ ഷെൽഫിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ വലിയ ക്രിസ്മസ് ട്രീ ഉണ്ടോ, അതിൻ്റെ ആ ഒരു താഴെ ഇരിക്കുന്ന ആ സംഭവം ഒടിഞ്ഞു പോയി. അപ്പം ഞാനാണെങ്കിൽ ആ നമ്മുടെ ബാമ്പു ചെയറിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് നമ്മുടെ ഫ്ലവർ വേസിലേക്ക് വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ ആ ഫ്ലവർ വേസിൽ ഇരിക്കുന്ന പിങ്കും വൈറ്റും കളറിലുള്ള പൂക്കൾ എവിടെ നിന്നാണ് മേടിച്ചത്, ലിങ്ക് തരാമോ എന്ന് ചോദിച്ചായിരുന്നേ കഴിഞ്ഞ ദിവസം ഒരാൾ. അപ്പം ഞാനത് ശരവണ സ്റ്റോറിൽ നിന്ന് മേടിച്ചതാണ്. മേടിച്ചപ്പോഴത്തേക്കും റേറ്റ് നല്ല കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ലിങ്ക് ഇല്ലാത്തത് കേട്ടോ. ഞാൻ ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ് കൂടുതൽ ഡെക്കറേഷൻ ഐറ്റംസും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതേ സാറ്റർഡേ ആണ് വീഡിയോ എടുത്തിട്ടുള്ളത്. സാറ്റർഡേ രാവിലെ തന്നെ നടക്കാനായിട്ട് പോയിട്ടുണ്ട്. നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. തലേ ദിവസം മഴയൊക്കെ പെയ്ത് ഇവിടെ ഈ സൈക്ലോണൊക്കെ വരുന്നതിന് മുന്നേ എടുത്തിട്ടുള്ള വീഡിയോ ആണ്. ഇപ്പോൾ സൈക്ലോൺ വന്നതിന് ശേഷമുള്ള വീഡിയോസൊക്കെ ഞാൻ നെക്സ്റ്റ് വീക്കിലായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ പഴയ പാർക്കിലാണ് വന്നേക്കുന്നത് കേട്ടോ. കുറച്ച് നേരം നടന്നപ്പോഴത്തേക്കുണ്ട് നല്ല പോലെ വിയർത്തു, വെയിലായിരുന്നു. അപ്പോൾ ഇന്ന് 3675 സ്റ്റെപ്പ് വെച്ചതിൻ്റെ സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് കുറേ ദിവസത്തിന് ശേഷമാണ്. അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ ഒന്നും എടുക്കുന്നില്ല, വ്ളോഗ് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ പിന്നീടാണ് വ്ളോഗ് എടുക്കാമെന്ന് ഓർത്തത് കേട്ടോ. അപ്പോഴത്തേക്കും വേറെ പണിയൊന്നും ഇല്ല, എഡിറ്റിംഗ് ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നപ്പോഴത്തേക്കും ഉണ്ട് ഹസ്ബൻഡ് പറഞ്ഞു പെട്ടെന്നാണ് റെഡിയാവാനായിട്ട് പറഞ്ഞത്. അപ്പോൾ ഇന്ന് നമ്മുടെ തല അജിത്തിൻ്റെ സിനിമ റിലീസാവുന്ന ദിവസമായിരുന്നേ, റിലീസായിരുന്നു. അട്ടഹാസം എന്ന് പറഞ്ഞിട്ടൊരു മൂവി ഉണ്ടല്ലോ, അത് ഈ ഇടയ്ക്ക് റിലീസായില്ലേ. അപ്പോൾ അന്നത്തെ ദിവസത്തെ വ്ളോഗാണിത്. അങ്ങനെ ഞങ്ങൾ രോഹിണി തിയേറ്ററിലാണ് വന്നത്. അപ്പം ഞങ്ങൾ എൻ്റെ ഹസ്ബൻഡും അവിടുത്തെ അനിയനും ഒക്കെ ഭയങ്കര തല ഫാനാണ്. അപ്പോൾ രജനീകാന്ത് ഫാനുമാണ്, അതുപോലെ തന്നെ അജിത്തിൻ്റെ ഫാനുമാണ് കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ അധികം തമിഴ് സിനിമയൊന്നും കാണത്തൊന്നും ഇല്ലായിരുന്നു, സിനിമ പോലും കാണുന്ന ഒരാളല്ലായിരുന്നു. എൻ്റെ വീട്ടിൽ TV ഒന്നും ഇല്ലായിരുന്നു പണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ കൂടുതൽ സിനിമ തിയേറ്ററിൽ പോയി, എന്നെ ഹസ്ബൻഡാണ് കൊണ്ടുപോയതും ഒക്കെ. അപ്പം ഇവിടെ വന്ന് ഫാൻ ഷോ ആകുമ്പോഴത്തേക്കും നല്ല രസമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സേഫായിട്ട് തന്നെയാണ് പോയത്, വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഒരുപാട് ഫാമിലി ആൾക്കാരൊക്കെ വന്നായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ പേടിക്കാനൊന്നും ഒന്നും ഉണ്ടായില്ല. അപ്പോൾ അങ്ങനെ ഇതേ അജിത്തിൻ്റെ സിനിമ കാണാനായിട്ട് വന്നതാണ്. രോഹിണി തിയേറ്ററിലാണ് വന്നത്. കോളേജ് പിള്ളേരാണ് കൂടുതലും ഉള്ളത്. അപ്പോൾ ഇവരുടെ കൂടെ ഇരുന്ന് സിനിമ കാണുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക വൈബ് തന്നെയാണ്. അപ്പോൾ അങ്ങനെ വന്നതാണ് കേട്ടോ. നമുക്ക് മെയിൻ സ്ക്രീനിൽ രോഹിണിയിൽ കിട്ടിയില്ല. ഇത് ചെറിയ സ്ക്രീനിലാണ് നമുക്ക് കിട്ടിയത്. എന്നാലും നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ പാട്ടൊക്കെ എപ്പോഴും ഇങ്ങനെ ഫാൻ ഷോ ആകുമ്പോൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് അവർക്ക് കാണിക്കാനായിട്ടൊക്കെ പറയും. അപ്പോൾ ഈ പിള്ളേർ ബഹളം വെക്കുമ്പോൾ അവർ വീണ്ടും ഇട്ട് കൊടുക്കും. അങ്ങനെ ഈ പാട്ട് തന്നെ 2 തവണയൊക്കെ ഇട്ട് തന്നായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നിട്ട് ഇതേ ചോറൊക്കെ കഴിക്കുന്നുണ്ട്. ശരിക്കും ഞങ്ങൾ പോയത് 12 മണിയുടെ ഷോയ്ക്കാണ്. ആമി സ്കൂളിൽ വിട്ടിട്ടാണ് പോയത്. അപ്പോൾ എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും തന്നെ 4 മണിയായി. അപ്പോൾ 4 മണിക്കാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് കേട്ടോ. നല്ല വിശപ്പായിരുന്നു. വല്ലാത്തൊരു സമയത്താണല്ലോ പോയത്. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾക്ക് വിശപ്പ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ വീട്ടിൽ വന്നിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് കരുതി പുറത്തുനിന്ന് കഴിക്കാമെന്ന് ഹസ്ബൻഡ് പറഞ്ഞെങ്കിലും ഞാൻ തന്നെയാണ് സമ്മതിക്കാത്തത്. അപ്പോൾ ഞാൻ എൻ്റെ തുണികൾ രാവിലെ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടാണ് പോയത്. നമ്മൾ വീട്ടമ്മമാർക്ക് അങ്ങനെയാണല്ലേ, എന്തെങ്കിലും ഒരു പണി പെൻഡിങ് കാണുമല്ലോ. എവിടെ പോയാലും എനിക്ക് ഇതുപോലെ സമാധാനത്തിൽ വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് പോകുന്നതാണ് എനിക്കിഷ്ടം. പ്രത്യേകിച്ച് ഈ തുണിയൊക്കെ കഴുകാനുണ്ടെങ്കിൽ രാവിലെ ഞാനതൊക്കെ ചെയ്ത് വെക്കും കേട്ടോ. പക്ഷേ ഇന്ന് സിനിമയ്ക്ക് പോയ കാര്യം പെട്ടെന്നാണ് ഹസ്ബൻഡ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു കാര്യം പെൻഡിങ് ആയത്. പിന്നെ ഞാൻ ഓർത്തു വന്നിട്ട് ഡ്രൈ ആക്കിയിട്ട് തുണികളൊക്കെ എടുത്ത് വിരിക്കാമെന്ന്. അപ്പോൾ ഇന്ന് സാറ്റർഡേ ആണ്, ഹസ്ബൻഡിന് ഡ്യൂട്ടി ഇല്ലാത്ത ദിവസമാണ്. അപ്പം ഞാൻ തലേ ദിവസം പറഞ്ഞില്ലേ ഇതുപോലെ നമ്മൾ ചെടികൾ കാടൊക്കെ പറിച്ചെടുത്തത് അവിടെ കിടപ്പുണ്ടെന്ന് വേസ്റ്റ്. അപ്പോൾ അതൊക്കെ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ട് കൊണ്ടുപോയി കളയാൻ പറഞ്ഞിട്ട് അങ്ങനെ ഹസ്ബൻഡ് അതൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ ഞാൻ ക്ലീൻ ചെയ്തിട്ടില്ല കേട്ടോ. കുറേയൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ടെങ്കിലും ഇനിയും കുറേ കാട് പിടിച്ച് കിടപ്പുണ്ട് അലോവേറയൊക്കെ ഇരിക്കുന്നിടത്ത്. പിന്നെ ഞാൻ ഇടയ്ക്ക് വെച്ച് ഓർത്തതാണ് ചെടികളെല്ലാം കൊണ്ട് കളയാം, ഇനി നമുക്ക് ചെടികൾ വേണ്ടെന്ന്. സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സ് തോന്നുന്നതേ ഇല്ല കേട്ടോ. എന്നെ കൊണ്ട് പറ്റുന്നേ ഇല്ല ഈ ചെടികളെ കളയാനായിട്ട്. എന്തോ കുറച്ച് ചെടികളെ ഉള്ളെങ്കിലും അവരെ എനിക്ക് ഉപേക്ഷിക്കാനായിട്ട് തോന്നുന്നില്ല. ഒന്നാമത്തെ കാര്യം, ഇവിടെ എനിക്ക് ഈ ചെടികളെ നോക്കാൻ പറ്റാത്ത സമയത്ത് കാട് പിടിച്ച് കിടക്കുമ്പോഴാണ് അങ്ങനെയുള്ളൊരു വിഷമം തോന്നുന്നത് കേട്ടോ. പക്ഷേ ഇതൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സ് മാറും. പിന്നെ വിചാരിക്കും വീണ്ടും വീണ്ടും പുതിയ പുതിയ ചെടികൾ എടുത്ത് വെക്കണമെന്നൊക്കെ തോന്നും. അപ്പോൾ അങ്ങനെ എന്തായാലും അവിടെ എല്ലാം ക്ലീൻ ചെയ്തു. പിന്നെ ഇതിനിടയിൽ തന്നെ ആമി സ്കൂൾ വിട്ട് വന്നപ്പോഴത്തേക്കും ഞങ്ങളൊന്ന് പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ 2 ദിവസത്തിനുള്ളിൽ സൈക്ലോൺ വരുമെന്ന് പറഞ്ഞതുകൊണ്ട് ഇന്ന് നമുക്ക് ഗ്രോസറിയൊക്കെ പർച്ചേസ് ചെയ്യണം. അപ്പോൾ ഹസ്ബൻഡ് വരെ നമുക്ക് പോയിട്ട് എന്തായാലും ചായയൊക്കെ കുടിക്കാം. അങ്ങനെ ആലടി പട്ടിയാനെന്ന് പറയുന്ന ഒരു കടയുണ്ടല്ലോ, നിങ്ങൾക്കറിയാലോ, ഞാൻ എപ്പോഴും പറയുന്നത്. അപ്പോൾ അവിടെ വന്നേക്കുവാണ്. ഇവിടെ വന്നിട്ട് ചായയും വാഴപ്പൂ വടയാണ് ഞങ്ങളുടെ ഫേവറേറ്റ് ആണ്, അതും കഴിച്ചു. പിന്നെ ഒരു പാൽക്കൊഴുക്കട്ടയാണ് കേട്ടോ. ഇതും ഞാൻ ഫസ്റ്റ്
ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. ഞാൻ ഇതുവരെയും കഴിച്ചിട്ടില്ല ഈ പാൽക്കൊഴുക്കട്ട. ഇവിടുത്തെ ചായക്കൊക്കെ പ്രത്യേകതയുണ്ട്. കരിപ്പോട്ടി ഇട്ട ചായയാണ്, വൈറ്റ് ഷുഗർ ഒന്നും യൂസ് ചെയ്യത്തില്ല കേട്ടോ. ഫുൾ ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ വട ഹെൽത്തി അല്ല, എണ്ണയിൽ വറുക്കുന്നതാണ്, എന്നാലും വാഴപ്പൂവിലാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ നമ്മൾ തിരിച്ചു വരുന്ന വഴിയിൽ യൂസ്റ്റാർ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡ് ഉണ്ടല്ലോ, നമ്മളിപ്പോൾ റീസെൻ്റ് ആയിട്ട് അവിടെ നിന്ന് കുറച്ച് ഡ്രസ്സുകൾ എടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല കളക്ഷൻസ് ആണ്. എനിക്കല്ല എടുത്തത്, ഹസ്ബൻഡിനുള്ള ജീൻസും ടീഷർട്ടൊക്കെയാണ് എടുത്തത്. അപ്പോൾ ഹസ്ബൻഡിന് നല്ല ഇഷ്ടപ്പെട്ടു. ഒത്തിരി കളക്ഷൻസ് ഉണ്ട്. പിന്നെ നമുക്കാണെങ്കിലും ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള ഫ്രോക്സ് പോലത്തെ, മാക്സി പോലത്തെ ഡ്രസ്സും ജീൻസും ടോപ്പും ഒക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വന്നതാണ് എടുക്കാനായിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഡിസംബർ വെക്കേഷനൊക്കെ വരുമല്ലേ, അപ്പോൾ അങ്ങനെ ഒരു പർച്ചേസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഹസ്ബൻഡ് ഞങ്ങളെയും കൊണ്ട് വന്നതാണ്. അപ്പോൾ ആമിക്കൊരു സ്വെറ്റർ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇട്ടേക്കുന്ന ഒരു ജീൻസ് കണ്ടോ, അത് മോംസ് ഫിറ്റിൻ്റെ ജീൻസാണ്. അപ്പോൾ കുറച്ച് ലൂസായിട്ട് കിടക്കും. എൻ്റെ അടുത്ത് ഉള്ളത് നല്ല ടൈറ്റ് ഉള്ളതാണ്. അപ്പം അതൊരെണ്ണം മേടിച്ചിട്ട് ഞാൻ അതിൻ്റെ കൂടെ ഇടാനുള്ള ഷർട്ട് മോഡലുകൾ നോക്കി. പക്ഷെ എനിക്കൊന്നും തന്നെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഞാൻ ഇതൊക്കെ ഒന്ന് ട്രയൽ ചെയ്ത് നോക്കിയതാണ്. പിന്നെ ഇവിടെ എനിക്ക് തോന്നിയത് കുറച്ചും കൂടി നല്ല കളർഫുൾ ആയിട്ടാണ് തോന്നിയത്. ഇത് റിലയൻസിൻ്റെ കമ്പനിയാണ്. സ്റ്റുഡിയോ പോലെ തന്നെയാണ്. സ്റ്റുഡിയോ പോലെ അവരെ ഒന്ന് ബീറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിരിക്കുന്നതാണ് കേട്ടോ. ഞാൻ വന്ന നേരം തൊട്ടേ ആ ഒരു പ്രതിമയിൽ ഇട്ട് വെച്ചേക്കുന്ന ഇത് കണ്ടോ, ഒരു ഗൗണ്, അതാണ് എൻ്റെ കണ്ണിൽ നിന്ന് പോവാത്തത്. അത് എടുക്കാനാണ് ഓടി കയറിയത്. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്കും അത് എൻ്റെ സൈസിനുള്ള, എക്സൽ സൈസിനുള്ളതില്ല. ഞാൻ പുറത്തുനിന്ന് മേടിക്കുമ്പോഴത്തേക്ക് എപ്പോഴും ഒരു സൈസ് കൂട്ടിയാണ് എടുക്കുന്നത് കേട്ടോ. എക്സൽ എടുക്കും. ചിലപ്പോൾ ഞാൻ ഓൺലൈനിൽ എടുക്കുന്നത് എൽ എടുക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ റീസെൻ്റായിട്ട് ഓൺലൈനിലും ഞാൻ എക്സൽ തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ ആമിതേ ഇവിടെ ഓരോന്നൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. ഇപ്പോൾ സ്റ്റുഡിയോ പോലെ തന്നെയാണ് കേട്ടോ, വേറെ വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ തുണികൾ നല്ല കളക്ഷൻസ് ഉണ്ട്. കുറച്ചും കൂടി നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള മോഡലൊക്കെ ഉണ്ട്. അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റുമാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങളിതേ ആവശ്യത്തിനുള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഇവിടെ നിന്ന് എനിക്ക് ജീൻസ് മാത്രമേ മേടിച്ചിട്ടുള്ളൂ. ആമിക്കൊരു സ്വെറ്ററും പിന്നെ ഹസ്ബൻഡിന് 1-2 ഷർട്ടും ടീഷർട്ട് പോലത്തെ സംഭവങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങളിതേ സൂപ്പർ മാർക്കറ്റിൽ വന്നേക്കുവാണ് സാധനങ്ങൾ എടുക്കാനായിട്ട്. അപ്പോൾ ഇന്ന് തന്നെ അത്യാവശ്യമുള്ള സാധനങ്ങളെല്ലാം എടുക്കണം. അപ്പോൾ ഈ മാസം നമുക്ക് കുറച്ച് സാധനങ്ങൾ മതി. കാരണം കഴിഞ്ഞ മാസം മേടിച്ച സാധനങ്ങൾ കുറച്ചധികം ഇരിപ്പുണ്ട്. അപ്പോൾ അധികം സാധനങ്ങൾ വേണ്ടാത്തതുകൊണ്ട് ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ എടുത്തിട്ട് വീട്ടിലേക്ക് വന്നേട്ടാ. പിന്നെ മൺഡേ രാവിലെയാണ് വീഡിയോ എടുത്തേക്കുന്നത്. നല്ല മഴയാണ്. സൺഡേ തൊട്ട് തുടങ്ങിയ മഴ ഇതുവരെയും തോർന്നിട്ടില്ല. അപ്പം അങ്ങനെ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ മഴയും കണ്ടാണ് എഴുന്നേറ്റത്. അപ്പോൾ കുറച്ച് ലേറ്റായി പോയി. ഏകദേശം ഒരു 8 മണിയൊക്കെ ആയി. സാധാരണ ഞാൻ അത്രയും ലേറ്റായിട്ടൊന്നും എഴുന്നേൽക്കുന്നതല്ല. പക്ഷെ ഇപ്പം മഴയായ കാരണം കൊണ്ട് ആമിക്ക് സ്കൂളും കൂടി ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് ലേറ്റായിട്ടാണ് എഴുന്നേൽക്കുന്നത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഇന്ന് സിമ്പിളായിട്ട് ചെയ്യാമെന്ന് കരുതിയിട്ട് അങ്ങനെ പഴം പുഴുങ്ങിയതാണ് വെക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ 2-3 ബ്രെഡ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് ബട്ടറൊക്കെ തേച്ചിട്ട് ഞാൻ അതൊക്കെയാണ് കഴിക്കുന്നത്. പിന്നെ രാവിലെ തന്നെ വന്നിട്ട് ഇതേ പാത്രങ്ങളൊക്കെ എടുത്ത് അടുക്കിപ്പറക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഒന്ന് പുറത്ത് പോകും. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് മാക്സി ഡ്രസ്സ് എടുക്കാൻ നോക്കിയിട്ട് കിട്ടാത്ത കാരണം കൊണ്ട് ഇന്ന് പോയിട്ട് എടുക്കാമെന്നുള്ള രീതിയിൽ ഇരിക്കുവാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വലുതായിട്ട് അങ്ങനെ ആഹാരമൊന്നും ലഞ്ചൊന്നും ഉണ്ടാക്കുന്നില്ല. തലേ ദിവസത്തെ ചോറും കറികളും എല്ലാം ഇരിപ്പുണ്ട്. അതൊക്കെ ചൂടാക്കിയാൽ മതി. അപ്പോൾ ഇനി പുറത്തുനിന്ന് കഴിക്കുവാണോ ഇല്ലയോ എന്നുള്ളത് അറിയത്തില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ രാവിലെ ഒന്ന് പഴം മാത്രം പുഴുങ്ങി എടുത്തിട്ട് കോഫിയും ഇട്ട്, കോഫി ഞങ്ങളങ്ങനെ കുടിക്കത്തില്ല, ബ്ലാക്ക് കോഫിയാണ്. ബ്ലാക്ക് കോഫി ഇട്ടിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാമെന്ന് കരുതി. അപ്പോൾ ഇപ്പം തന്നെ ഏകദേശം മണി 10 ആയിട്ടുണ്ട് കേട്ടോ. ഈ മഴ ഇങ്ങനെ നിൽക്കുന്ന കാരണം കൊണ്ട് ഒരിടത്തും പോകാനൊന്നും പറ്റുന്നേ ഉണ്ടായില്ല. പക്ഷെ എന്നാലും നമുക്ക് റെയിൻകോട്ട് ഇട്ടിട്ട് പോകാം. വേറെ വലിയ ഭയങ്കരമായിട്ടുള്ള മഴയൊന്നും ഈ വ്ലോഗ് എടുക്കുന്ന ആ ദിവസം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇതൊക്കെ എടുക്കുവാണ്. അങ്ങനെ ഞങ്ങൾ കഴിക്കാനായിട്ട് പോവുകയാണ്. പിന്നെ സോൻ പപ്പടി എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ടല്ലോ. ഞങ്ങൾ സ്വീറ്റ് ലവേഴ്സ് അല്ല എന്ന് പറഞ്ഞല്ല, പക്ഷേ ഇത് ഞങ്ങൾ സാധനം എടുത്ത സമയത്ത് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ് കേട്ടോ. അത് ചോക്ലേറ്റിന്റെ ഫ്ലേവർ ആണ്. ഞാൻ ചോറൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. ഹസ്ബൻഡോട് ചോദിച്ചിട്ട് കഴിക്കുന്നെങ്കിൽ കഴിക്കാം, ഇല്ലെങ്കിൽ പുറത്തുനിന്നാണെങ്കിൽ അങ്ങനെ എന്താണെന്ന് പ്ലാൻ ചെയ്തതിന് ശേഷം പിന്നീട് അത് ചൂടാക്കാമെന്ന് പറഞ്ഞിട്ട് എടുത്ത് പുറത്ത് വെച്ചേക്കുന്നതാണ് ഫ്രിഡ്ജിൽ നിന്ന്. ഇതിപ്പോൾ എനിക്ക് കഴിക്കാനുള്ള ബ്രെഡിലാണ് ഞാൻ ബട്ടറും ഇതൊക്കെ തേച്ച് പിടിപ്പിക്കുന്നത്. പിന്നെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മുടെ ഫാമിലി അങ്ങനെ 3000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ നിങ്ങൾ ഓരോരുത്തരോടും. നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെയാണ് എന്നെ ഇത്രയും എത്തിച്ചത്. എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് വന്നതാണ്. ഇതുപോലെ ഒരു കുട്ടി ചോദിച്ചിരുന്നു, ചേച്ചി എന്താണ് ഇൻസ്റ്റാഗ്രാമിലും കൂടി ആക്റ്റീവ് ആവാത്തത്, അതിലും കൂടി വീഡിയോസൊക്കെ ഇട്ടിരുന്നെങ്കിൽ റീച്ച് കിട്ടിയാനല്ലോ, നല്ല കണ്ടന്റ് ആണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാനിതിന് മുന്നേയും പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ പുതിയ ആളാണെന്ന് തോന്നുന്നു. എനിക്ക് ഇൻസ്റ്റാഗ്രാം ഒട്ടും തന്നെ കംഫർട്ട് ഇല്ലാത്തൊരു പ്ലാറ്റ്ഫോമാണ് കേട്ടോ. പിന്നെ മാത്രമല്ല
യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ ഞാൻ വ്ളോഗ്സ് മാത്രമാണ് ഇട്ട് പോകുന്നത്. ഷോർട്സ് വീഡിയോ പോലും എന്നെ കൊണ്ട് ഇടാനായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനലിൽ വരുന്ന ലോങ് വീഡിയോസ് കുറച്ച് ലെങ്ത് കൂടുതലായിരിക്കും, അരമണിക്കൂറൊക്കെ കാണും. അപ്പോൾ ക്ഷമയോടെ നിങ്ങളെല്ലാവരും കാണുന്നതുകൊണ്ടാണ് എനിക്ക് ഇത്രയും എത്താനായിട്ട് പറ്റിയത്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒട്ടും കംഫർട്ട് അല്ല എന്ന് പറയാനുള്ളൊരു കാരണം, ഒന്നാമത്തെ കാര്യം എനിക്ക് എല്ലാ സോഷ്യൽ മീഡിയയും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാനുള്ളൊരു ഇതില്ല. വീട്ടിലെ പണികൾക്കിടയിലാണ് ഞാൻ ഈ ചാനൽ കൊണ്ട് നടക്കുന്നത്. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ എല്ലാ കാര്യങ്ങളും ഞാൻ ഒറ്റയ്ക്കാണ് വീട്ടിലെ കാര്യങ്ങൾ ചെയ്യേണ്ടത്. മോളെ നോക്കണം, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, ഹസ്ബൻഡിൻ്റെ കാര്യങ്ങൾ നോക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ എല്ലാം കൂടി ഒരുമിച്ച് എന്നെ കൊണ്ട് പറ്റത്തില്ല. അപ്പോൾ പതിയെ ആണെങ്കിലും ഒരു ഗ്രോത്ത് എനിക്ക് കിട്ടുന്നുണ്ടല്ലോ, അത് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നതും. എനിക്ക് അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പം ഞാനത് ആ കുട്ടിയോട് പറഞ്ഞപ്പോൾ എനിക്ക് കമൻറ്റ് തിരിച്ചു തന്നത് ഈ 2026 തന്നെ സിൽവർ പ്ലേ ബട്ടൺ കിട്ടട്ടെ എന്ന്. ശരിക്കും എനിക്കത് വായിച്ചപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുന്നത് കൊണ്ടാണ് എനിക്കിപ്പോൾ ഇത്രയെങ്കിലും എത്താനായിട്ട് സാധിച്ചത് കേട്ടോ. അപ്പം നിങ്ങൾ ഓരോരുത്തരോടും ഒരുപാട് നന്ദിയുണ്ട്, ഒത്തിരി താങ്ക്സ് ഉണ്ട്. എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. അപ്പം ഞാനത് വീണ്ടും വീണ്ടും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പം അങ്ങനെ നമ്മുടെ ഫാമിലി ഇതേ വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുവാണ്. പുതിയ പുതിയ ആളുകൾക്ക് ഒത്തിരി താങ്ക്സ് ഉണ്ട്. വരുന്ന ഓരോരുത്തരും പഴയ ആൾക്കാർക്കും ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. പിന്നെ ഞങ്ങളിതേ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ല കേട്ടോ. നേരെ ഇവിടെ VR മാളിൽ വന്നേക്കുവാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് ആദ്യമേ തന്നെ ലൈഫ് സ്റ്റൈലിൽ ഒന്ന് കയറിയിട്ട് എനിക്ക് 1-2 ടീഷർട്ടും ജോഗറൊക്കെ മേടിക്കണമായിരുന്നു. അതൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ വീഡിയോ ഒന്നും എടുത്ത് വെച്ചിട്ടില്ല ഏതൊക്കെയാണ് എടുത്തതെന്നൊന്നും. നമ്മുടെ VR ചെന്നൈയിലും ഇതുപോലെ ഗ്രൗണ്ട് ഫ്ലോറിലാണെന്നാണ് തോന്നുന്നത് കേട്ടോ. ഇവിടെയും യു സ്റ്റാർ ഉണ്ട്. അങ്ങനെ ഇവിടുത്തെ യു സ്റ്റാറിൽ കയറിയിട്ട് ഇവിടെയും ഗൗൺ ഉണ്ടോ എന്ന് നോക്കിയപ്പോഴത്തേക്കും സംഭവം അവിടെയും ഇല്ല. അപ്പോൾ എൻ്റെ സൈസ് ഇവിടെ കിട്ടാനില്ല. പിന്നെ ആമിക്ക് 1-2 സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് എടുത്തു. പിന്നെ നമ്മൾ ഈ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങി വന്നേക്കുന്ന ആയ കാരണം കൊണ്ട് എന്തായാലും തിരക്കിനിടയിലും ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് പോയിട്ട് ഹാഫ് മന്തിയാണ് നമ്മൾ മേടിച്ച് 3 പേരും കൂടി കഴിച്ചത്. അതിനകത്ത് ഗ്രിൽ ചിക്കനൊക്കെ, അൽഫാം ചിക്കനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ അങ്ങനെ മന്തി ലവറൊന്നും അല്ല, ഞങ്ങൾ 2 പേരും അല്ല. അപ്പോൾ നമുക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ടൊന്നും ഇല്ല. നമ്മൾക്ക് ഇവിടുത്തെ ചെന്നൈ ബിരിയാണിയാണ് ഇഷ്ടം. പിന്നെ അത് കഴിഞ്ഞിട്ട് അതൊക്കെ കഴിച്ചിട്ട് നേരെ ആമിയെ കൊണ്ടുവന്ന് ഇവിടുത്തെ ടൈം സോണിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഗെയിം സോണിലേക്കാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആമിയെക്കാളും എനിക്കാണ് ഈ ഗെയിം കളിക്കാനായിട്ട് ഇഷ്ടമേ. അപ്പം ഞാൻ ഈ ഒരു സംഭവം കണ്ടോ, ഈ ടിക്കറ്റ്സ് കിട്ടുന്ന ഈ സംഭവം എടുക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ എടുക്കാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും ഹസ്ബൻഡ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് എന്നെ കളിയാക്കും. അപ്പോൾ എനിക്കത് കിട്ടത്തില്ല. പിന്നെ എനിക്ക് കുറച്ച് ദേഷ്യമൊക്കെ വരും. അങ്ങനെ പിന്നെ ഞാൻ ഹസ്ബൻഡോട് അത് കളിക്കാനായിട്ട് പറഞ്ഞപ്പോഴത്തേക്കും പുള്ളിയെ കൊണ്ടും പറ്റുന്നില്ല. പക്ഷേ അവസാനം 2-3 തവണ ട്രൈ ചെയ്ത് അവസാനം എനിക്ക് ഒരു 3 ടിക്കറ്റ് കിട്ടി. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഗെയിം സോണിൽ കയറിയാൽ ഞാനിത് കളിച്ചിട്ടേ പുറത്ത് വരത്തുള്ളൂ. അപ്പോൾ ഇത് ടിക്കറ്റ്സ് നമുക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് അവർ സ്കാൻ ചെയ്തതിന് ശേഷം എത്ര പോയിൻറ്റ്സ് ഉണ്ടോ അതിനകത്തുള്ള ഗിഫ്റ്റൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പം ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് ആമിയെക്കാളും ചെറുതാണ് എൻ്റെ സ്വഭാവമെന്ന്. ചില കാര്യങ്ങളിൽ ഞാൻ അവളെക്കാളും ചെറിയ കുട്ടികളെ പോലെ ബിഹേവ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പം നിങ്ങളിങ്ങനെ മാളിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെയൊക്കെ കളിക്കാറുണ്ടോ, ഇഷ്ടമാണോ എന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ അതേ ഈ ഒരു സംഭവം കണ്ടോ, ഈ ടിക്കറ്റ്സ് ഇങ്ങനെ സ്കാൻ ചെയ്യുന്ന കാണുമ്പോഴേ തന്നെ ഭയങ്കര സന്തോഷമാണ്, എന്തെന്നില്ലാത്തൊരു ആത്മസംതൃപ്തിയാണ്. അങ്ങനെ ഞങ്ങൾക്ക് 1-2 സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് കിട്ടി. കുറച്ച് ചോക്ലേറ്റൊക്കെയാണ് എടുത്തത്. പിന്നെ നേരെ ഞങ്ങളിത് മാക്സിലേക്ക് കയറി. VR ചെന്നൈയിൽ തന്നെയുള്ള മാക്സിൽ കയറിയിട്ട് ഞാൻ ഈ മാക്സി ഡ്രസ്സുകൾ ട്രൈ ചെയ്തതാണ്. അപ്പോൾ എനിക്ക് രണ്ടാമത് എടുത്തിട്ടുള്ള മാക്സി ഡ്രസ്സ് ഇഷ്ടപ്പെട്ടിട്ട് ഞങ്ങളത് എടുത്തായിരുന്നു കേട്ടോ. പിന്നെ വീണ്ടും തിരിച്ച് യു സ്റ്റാറിൽ തന്നെ വന്നേക്കുവാണ്. ഇവിടെ ആമിക്ക് 1-2 ടീഷർട്ട് എടുക്കണമായിരുന്നു. എന്നെ ഹസ്ബൻഡിനെ ഒന്നും മേടിച്ചിട്ടില്ല. അപ്പോൾ ഹസ്ബൻഡിനും കൂടി എടുക്കാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ ഇവിടെ നോക്കിയപ്പോഴത്തേക്കും ആമിക്ക് ഇതുപോലെ ആമിയുടെ സൈസിനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേരള പട്ടുപാവാടയൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് വീഡിയോ എടുത്താണ്. അപ്പോൾ ഹസ്ബൻഡ് അവിടെ പർച്ചേസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ നഹ്ദി മന്തി എന്ന് പറഞ്ഞിട്ടുള്ള മന്തി കടയിലാണ് വന്നേക്കുന്നത്. ചെന്നൈയിലുള്ള എല്ലാവർക്കും അറിയാമായിരിക്കും. ഈ സ്ഥലത്തിന്റെ പേര് ഓർക്കുന്നില്ല കേട്ടോ. നമ്മുടെ വിജയ മാളിൽ പോകുന്ന വഴിയിലാണ്, അതിന്റെ തൊട്ടടുത്താണ്. അപ്പോൾ സ്ഥലപ്പേര് ഞാനിപ്പോൾ ഓർക്കുന്നില്ല. അപ്പോൾ അവിടെയാണ്. അപ്പോൾ മന്തി ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ ചെന്നൈയിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു ബ്രാഞ്ചേ ഉള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ. മലയാളികളുടെ കടയാണ്. അപ്പോൾ ഹസ്ബൻഡ് പോയി അവരോടൊക്കെ സംസാരിച്ച് കാര്യമൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ. നമ്മളിവിടെ നിന്ന് പെറി പെറി ചിക്കൻ്റെ മന്തിയും പിന്നെ
എനിക്ക് സ്പെഷ്യൽ മസാല എന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണ് മേടിച്ചത്. ഞങ്ങൾ ഒരു ഹാഫ് മന്തിയാണ് മേടിച്ചത് കേട്ടോ. നല്ല ക്വാണ്ടിറ്റി ആണ്, അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റും തന്നെയാണ്. ഞങ്ങൾ ഇത്രയും റൈസ് ഒന്നും കഴിക്കത്തില്ല കേട്ടോ. ഞങ്ങൾ 3 പേരും കൂടി. ആമിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല, എനിക്കും വലുതായിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഞാൻ ഉദ്ദേശിച്ച ടേസ്റ്റേ അല്ല മന്തിക്ക്. പിന്നെ മന്തി ലവേഴ്സ് ആണെങ്കിൽ ഉറപ്പായിട്ടും വന്ന് ട്രൈ ചെയ്തോളൂ. നിങ്ങൾക്ക് ഗൂഗിളിൽ ലൊക്കേഷൻ നോക്കിയാൽ കിട്ടും. നഹ്ദി മന്തി എന്നാണ് കടയുടെ പേര് കേട്ടോ. അങ്ങനെ ഇവിടെ വന്ന് കഴിച്ച് നമ്മൾ ഫുള്ളായിട്ട് കഴിച്ച് തീർക്കാൻ പറ്റാത്ത കാരണം കൊണ്ട് ബാക്കിയുള്ളത് പാഴ്സലാക്കി എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ലാസ്റ്റ് വരെ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി നെക്സ്റ്റ് വീക്ക് മൺഡേ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.